മാനിഫെസ്റ്റ് ചെയ്തത് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരണമെന്നാണ് മാനിഫെസ്റ്റ് ചെയ്തത്. പക്ഷെ എവറി മന്തും നമുക്ക് ഇൻസെന്റീവ് കണക്റ്റിലാണെങ്കിൽ പോലും 1 ലാക്ക് 2 ലാക്ക് ഒക്കെ വീതം വരുന്നുണ്ടായിരുന്നു. അപ്പൊ വളരെ ആ ഒരു സന്തോഷം. അച്ചീവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റി. പെട്ടെന്ന് കമ്പനിയുടെ രീതികളൊക്കെ മാറി. ഓക്കെ. അങ്ങനെ ഒരു സാറിനോട് താങ്ക് യു പറയണമെന്നുണ്ടായിരുന്നു. താങ്ക് ഓക്കെ. യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വിധിയെ എങ്ങനെ മാറ്റിയെഴുതുക എന്നുള്ള കാര്യമാണ്. ക്യാമറ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ഓൺ ചെയ്യുക, അന്നേരം കണ്ട് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറ്റുന്നവരെ ഒന്ന് ഓൺ ചെയ്യാം. അന്നേരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെങ്ങനെ ചെയ്യാമെന്നും ഏത് രീതി ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ചെറുതോ വലുതായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അന്നേരം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, വിധി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജനിക്കുന്ന സമയത്തെ ദൈവം നിങ്ങളെ തലയുടെ മുകളിൽ എഴുതി വെക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായും കേട്ടിട്ടുണ്ട്. ഉണ്ട്. എന്താണ് കേട്ടത്? വിധിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ 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 അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനും കേട്ടിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആസ്ട്രോളജിസ്റ്റുകൾ എന്താ പറയുക, ഈ സമയത്ത് ഈ സംഭവം നടക്കും എന്ന രീതിയിലെല്ലാം പറയാറുണ്ട് അല്ലേ. അങ്ങനെ അത് കാരണം നമ്മൾ എന്ത് ചിന്തിക്കും, ഓക്കെ എനിക്ക് അല്ലെങ്കിൽ സുഖം അനുഭവിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ അതുപോലെ അങ്ങ് ജീവിക്കുക, ഇത് ഇങ്ങനെ പോയാൽ മതി എന്റെ തലയിലെടുത്ത് ഇതാന്നും പറഞ്ഞു. അതെ. അന്നേരം നമ്മളെ ലൈഫിൽ നമ്മളെ ഈ വിധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. നിങ്ങളെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ നക്ഷത്രപ്രകാരം ജ്യോതിഷം കൊണ്ട് നിങ്ങളെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ജ്യോതിഷം കൂടുതലായിട്ട് അതൊരു ശാസ്ത്രമാണ്, അതിനെ തള്ളിക്കളയില്ല, മറിച്ച് അന്ധമായിട്ടുള്ള വിശ്വാസം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ട വന്ന ആരെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കുണ്ട് സാറേ. എന്താണ് എനിക്ക് അനുഭവം? പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ എന്റെ കുഞ്ഞിലെ ജാതകത്തില് എന്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു വരുവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അമ്മ പനി വന്നാലും ജോത്സ്യന്റെ അടുത്ത് പോണ ആളാ. ആ ഞാൻ അത് കണ്ടു വളർന്ന ഒരാളാ. അപ്പൊ ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയൊക്കെ കൊഴിഞ്ഞു പോണു, ചുണ്ടിലെ കളറൊക്കെ മാറി. അങ്ങനെ കൊണ്ടേ കാണിച്ചപ്പോഴാണ് അറിഞ്ഞ ഹാർട്ടിന് ഹോളാന്ന് അറിഞ്ഞത്. ഉം. അപ്പോ അമൃതയിലും മറ്റേ നമ്മള് കോട്ടയം അമൃതയിലെ അവരെടുത്തില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുക്കാൽ ഭാഗം ഹോളായി, അവർക്കത് റിസ്ക് ആണ്. ചെറുപ്പത്തിലെ ഉണ്ടായതാ, നമ്മൾ അറിയണത് 21ാമത്തെ വയസ്സിലാണ്. അപ്പൊ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് പറ്റും, പക്ഷെ മുതുകത്തൊക്കെ കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പൊ അമ്മയുടെ ഇങ്ങനെ ഒരു വിശ്വാസം ഇങ്ങനെ കിടക്കുകയാണല്ലോ, ഇതെന്തായാലും ഇത് 21ാമത്തെ വയസ്സിൽ എന്റെ മോക്ക് സംഭവിക്കും. അപ്പൊ അമ്മ ഭയങ്കര വഴിപാടും കാര്യങ്ങളൊക്കെയാ. അത് കഴിഞ്ഞ് പിന്നെ എന്റെ HOD, എന്റെ ഡിപ്പാർട്ട്മെന്റിലെ HOD യുടെ പെങ്ങള് ശ്രീചിത്രയിൽ ഉണ്ടായിരുന്നു. അപ്പൊ സാർ അവിടെ വിളിച്ചിട്ട്, ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ഒക്കെ ആയിരുന്നു കോളേജ്. പെട്ടെന്ന് ഡൗൺ ആയപ്പോ സാറ് കോട്ടയത്ത് ചെന്നപ്പോഴും അവര് പറഞ്ഞത് ചെയ്യാം, പക്ഷെ ഉറപ്പില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ശ്രീചിത്രയിൽ ചെന്നപ്പോഴും അവര് പറഞ്ഞത് 35% കുട്ടീനെ തിരിച്ചിട്ടുള്ള എന്നുള്ള ഉറപ്പുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അന്ന് അവിടുത്തെ ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. എനിക്ക് വിശ്വാസമായിരുന്നു തിരിച്ചു വരുമെന്നുള്ളത്. പക്ഷെ അമ്മയുടെ ജോത്സ്യൻ പറഞ്ഞു, മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തി അങ്ങനെ കുറെ വഴിപാടൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വഴിപാട് നടക്കുമ്പോ പൈസ ഒന്നും മേടിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുമായിരിക്കും. എന്താണ്? പക്ഷെ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു പൂജ കുറെ വർഷങ്ങളായിട്ട് അമ്മ ഇതിൽ കുറെ ഇങ്ങനെ നടക്കണോണ്ടാണ്. ചിലപ്പോ അതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും എന്റെ അമ്മ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതെ, അതാണ്
അന്നേരം ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തെ ഞാൻ ഒന്നിനെയും അന്ധമായിട്ട് എതിർക്കുകയോ ഒന്നും അന്ധമായിട്ട് അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. ജ്യോതിഷം ഒരു പരിധിവരെ ശരിയുമാണ്, ഒരു പരിധിവരെ തെറ്റുമാണ്. നമ്മൾ എന്തിനെ അന്ധമായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസമാണ് നമ്മളെ ജീവിതം തകർക്കുക. ഇപ്പം തന്നെ ചില ആൾക്കാർ അന്ധമായ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നു, അന്ധമായ രീതിയിൽ. അതായത് ഞാൻ എപ്പോഴും അവരോട് പറയുന്നത് വെച്ചാൽ ഞാൻ പോലും അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് ഞാൻ അതിനെ പ്രാക്ടിക്കൽ സെൻസിൽ കാണുന്നതാണ്. ഇപ്പം ഓരോരോ ഹീലിംഗ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം മെഡിറ്റേഷൻ, ധ്യാനം, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് ഓരോരോ ദിവസമുള്ള ടാസ്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ട പോലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ. അത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പറയുന്നുണ്ട്. പണത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറയും, ഏതെങ്കിലും ഒരു ടെക്നിക്കോ കാര്യങ്ങളോ മാത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ഉണ്ടാക്കുകയല്ല. മീൻസ് എന്തിനാണ് ഇതേപോലെ തന്നെ കോഴ്സുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിൽ വെറും ചിന്തകൾ മാത്രം മതി എന്നുള്ളതാണ്. ചിന്തകൾ മാത്രമല്ല, മറിച്ച് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്ന കാര്യം കൂടിയിട്ടുണ്ട്. ആ ഇൻസ്പയർഡ് ആക്ഷൻ നമുക്ക് വേണം. എന്നാൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പം പറഞ്ഞ സുമിഷ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ജോത്സ്യൻ കുട്ടിക്കാലത്തെ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു 21ാമത്തെ വയസ്സിൽ മരണപ്പെടും, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്തതാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ വലിയൊരു ചാൻസ് എന്ന് പറയുന്നത് ആ ഒരു തോട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലും ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ മനസ്സിലും ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാനിഫെസ്റ്റ് ആവും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇപ്പം അങ്ങനെ പലർക്കും ഇതേപോലെ തന്നെയുള്ള തോട്ട്, ഇപ്പം നമ്മൾ പറയാം ചിന്തകൾ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നുള്ള, നമ്മൾ കഴിയുന്നതും കൂടുതലായിട്ട് എന്താണ് ചിന്തിക്കുന്നത്, നെഗറ്റീവായ കാര്യങ്ങളാണ്. ഇപ്പം ജാതകമായാലും എല്ലാം തന്നെ നോക്കിയിട്ട് നമ്മൾ അതിൽ അന്ധമായിട്ട് വിശ്വസിക്കാതെ അതിനെങ്ങനെ മറികടക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നമ്മളെ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ 3rd ബാച്ചോ 4th ബാച്ചോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല, വിശ്വസിക്കാതിരിക്കുകയും ചെയ്തില്ല, മറിച്ച് ഞാൻ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കണ്ട ശനിയാണ്, കാര്യങ്ങളാണ്, ഇത് എന്തെങ്കിലും രക്ഷ നേടുക എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നക്ഷത്രം ഇതാണ്, എനിക്കും കണ്ട ശനിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഇല്ല, വളരെ ഹാപ്പി ആയിട്ടും വളരെ സ്മൂത്തായിട്ടാണ് എൻ്റെ ലൈഫ് ഇപ്പം പോകുന്നത്. അതായത് നക്ഷത്രം പറയുന്ന സമയത്ത് എൻ്റെ അതേ നക്ഷത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മനസ്സിലായോ? അന്നേരം നമ്മൾ ഈ ജാതകം ഇതേപോലെ പിന്നെ വേറെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ യോഗിമാർ, സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് മിസ്റ്റിക് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റും. ശരിക്കും ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഞാനെന്ന് പറയുന്ന ഒരു ദൈവമോ ഒന്നും തന്നെയല്ല, ഞാനൊരു സാധാരണ വ്യക്തി മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, കാരണം ആയിരക്കണക്കിന് സക്സസ് സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഈ സക്സസ് സ്റ്റോറീസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് എനിക്ക് ദൈവമായോ ഏതെങ്കിലും ഒരു മിസ്റ്റിക്കായിട്ടോ സിദ്ധനായിട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ മതി, ഞാൻ ഇങ്ങനെ വന്നിട്ട് അനുഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നിന്നാൽ മതി. എന്നാലും നിങ്ങളതായിട്ടുള്ള കർമ്മ അനുഷ്ഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുക. അന്നേരം നമ്മൾ ഇവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ സ്റ്റോറി നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ ടോപ്പിക്ക്. സ്വന്തം വിധിയെ നിങ്ങൾക്ക് മാറ്റി എഴുതുക എന്നുള്ളത്. എങ്ങനെയാണ് മാറ്റി എഴുതുക എന്നുള്ളതാണ് കാര്യം പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ലൈഫിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? അതായത് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ജസ്റ്റ് ചോദിക്കുകയാണ്. ഇതിൽ ഒരു 5 പേര് മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അതിനെക്കുറിച്ചൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് പറയും. അതായത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വലിയ സ്വപ്നം എന്താണ്? വെറുതെ നല്ല ജീവിതം എന്നൊന്നും പറയാതെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു 15 സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇതിൽ എത്ര പേർക്ക് സാധിക്കും? ജസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സാർ, എനിക്ക് ഒരുപാട് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട് മനസ്സിനകത്ത്. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് മാതൃയാതിരി ജീവിക്കാൻ പറ്റണം, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, മക്കളുടെ ഭാവി അത് ഏറ്റവും സുരക്ഷിതമാക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. അതെല്ലാം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന വിശ്വാസം മനസ്സിലാക്കുന്നു സാർ. ഓക്കെ, നല്ല കാര്യം. വേറെ ആർക്കെങ്കിലും പറയണ്ടോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇതെന്നുള്ളത്? അല്ലെങ്കിൽ സാറേ പറഞ്ഞു സാറേ, നമ്മൾ മേടിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് തീർന്നു കഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ മകനെ പഠിപ്പിച്ച്
നല്ലൊരു നിലയിലേക്ക് എത്തണം. ഇപ്പൊ മോൻ 3rd ഇയർ ആയി, ഇന്റേൺഷിപ്പ് അടുത്ത വർഷം. അപ്പൊ അത് നല്ല നിലയ്ക്ക് അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന് പ്രൊമോഷൻ കിട്ടണം. അങ്ങനെ നല്ലൊരു ജീവിതമാണ് ഞാനും സ്വപ്നം കാണുന്നത്. ഓക്കെ. എന്തായാലും മോനെ വെച്ചിട്ടായിരിക്കണം അവന് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കണം. വെച്ചാല് പാവങ്ങളോട് സഹകരണം, നല്ലൊരു പ്രവൃത്തി ചെയ്യാനുള്ളൊരു വഴി അവനെപ്പോഴും ഇങ്ങനെ പോലവണം ചെയ്യാൻ എന്നുള്ള ആ ഒരു അറിവ് അവനെപ്പോഴും വേണം. ഉം. പണത്തിനോട് മാത്രം ആവരുത്, പണം വെച്ചിട്ട് നല്ല പ്രവൃത്തി ചെയ്യാനുള്ളൊരു കഴിവ്. കഴിവ് വേണം. ശരി ശരി. ഓക്കെ, ഇത്ര മതി. ഓക്കെ, അന്നേരം നമ്മൾ ഇവിടെ ഒരു ടെക്നിക്ക് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടത് ഒരു A4 ഷീറ്റാണ്. A4 ഷീറ്റ് നമ്മൾ അതിൽ പറഞ്ഞത് പേപ്പർ വേണം. ജസ്റ്റ് നിങ്ങളുടെ ഒരു 6 മാസം, നമ്മളിപ്പം ഒരു 6 മാസം നടക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ജസ്റ്റ് ഒന്ന് A4 ഷീറ്റോ നോട്ടോ ഉണ്ടെങ്കിൽ, ഇപ്പം യൂട്യൂബ് ലൈവ് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് നിങ്ങളെ 6 മാസം നടക്കേണ്ട ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരു 100 കോടി അടിക്കണം അല്ലെങ്കിൽ ഒരു ബില്യൺ ഉണ്ടാക്കണം എന്നുള്ള ഇതല്ലാതെ അങ്ങനെ എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് യുക്തിപരമായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു ബിസിനസ്സിൽ ഇത്ര ഡെവലപ്മെൻറ്റ് വരുന്നതായിരിക്കാം, ചിലപ്പം കുറച്ച് ഡ്രസ്സ് മേടിക്കുന്നതായിരിക്കാം, അങ്ങനെ എന്തും ആട്ടെ. അതൊന്നും പേപ്പറിലല്ലേ എഴുതണ്ടേ? പേപ്പറിൽ എഴുതിയാൽ മതി. പേപ്പറിൽ എഴുതാം. ഇൻ കേസ് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക് ചെയ്താൽ. നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വേണം. നമ്മൾ ഇപ്പം ഒരു 6 മാസം കൊണ്ട് അത് വെറും 6 മാസമല്ല, ശരിക്കും വേണമെങ്കിൽ 20 30 വർഷമുള്ള ഡ്രീംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ടെക്നിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസമുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെക്കാൻ പോകുന്നത്. അതായത് 6 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നേടാൻ പോകുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതൊന്ന് ഓർഗനൈസ് ചെയ്യുക. ഉദാഹരണത്തിന് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഫസ്റ്റ് മാസം നേടേണ്ട കാര്യങ്ങൾ, സെക്കൻഡ് മാസം നേടേണ്ട കാര്യങ്ങൾ, 3rd മന്ത്, 4th മന്ത്, 5th മന്ത്, 6th മന്ത് ചെയ്യേണ്ട 1 2 3 4 5 6 ചിലപ്പോൾ 5 കാര്യമായിരിക്കാം, 10 കാര്യമായിരിക്കാം. എഴുതി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾ എഴുതി വെച്ച ആ പ്രധാനപ്പെട്ട ഒരു 3 ആഗ്രഹങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. കുറേ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, 3 ആഗ്രഹങ്ങൾ. പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ ജസ്റ്റ് കുറച്ച് പേരൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് എന്റെ ഭവനം വിൽക്കണം, ആ, പിന്നെ ടൈപ്പ് നല്ലൊരു വീട്. ചെയ്താൽ മതി. ആണോ? ഓക്കെ, ജസ്റ്റ് മലയാളത്തിലോ ജസ്റ്റ് ചെറിയ രീതിയിൽ ടൈപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഹൗസ്, ഫിനാൻഷ്യൽ ഫ്രീഡം, മാരേജ്. ഓക്കെ, പാടാ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. സാമ്പത്തിക ഭദ്രതമായി നല്ല ജോലി, സ്ഥലങ്ങൾ വിൽക്കാൻ. എല്ലാവരും ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ജസ്റ്റ് കണ്ടിട്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന ഒന്നുമല്ല, ഞാൻ അനുഗ്രഹിക്കുന്നൊന്നും പോകില്ല. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതാണ്. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് 1 2 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഗവൺമെൻറ് ജോലി. ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, 1 lakh മന്ത്ലി, കമ്പനി പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇനി ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിന് എൻ്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷനെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഞാൻ ചെയ്തിരുന്നു. അതിൽ ഞാൻ ഗുജറാത്തിൽ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഗുജറാത്തിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന കാര്യം
എഴുതി മീൻസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. എന്നാൽ ഞാൻ എന്ത് ചെയ്തത്, ചെറിയൊരു പോക്കറ്റ് ഡയറി, അന്ന് എനിക്ക് നോട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, കാരണം എപ്പോഴും വായിക്കാൻ വേണ്ടി ഞാൻ പോക്കറ്റ് ഡയറിയിൽ എൻ്റെ ഡ്രീംസ് ഞാൻ എഴുതി വെച്ചു. അതായത് അതിലെ ഒരു സ്റ്റോറി പോലെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുകയാണ് ചെയ്തത്. അതെങ്ങനെ എഴുതാന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുതരാം. അതിനു മുൻപേ അത് എഴുതി വെച്ച ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്നു. അതായത് നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ എന്താണ് ഈ ജ്യോതിഷത്തിലുള്ളത്, നമ്മളെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ ഭാവിയെ മാറ്റിക്കൂടാ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ആകാശത്തിന് മുകളിലിരിക്കുന്ന ഒരാളാണ് നമ്മളെ വിധിയെ മാറ്റുക എന്നെല്ലാം പറഞ്ഞിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കൽ മാത്രമേ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ, ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ലൈഫിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ളത് ഇന്ത്യക്കാരാണോ യൂറോപ്യൻസ് ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇംഗ്ലീഷുകാരാണോ അല്ലെങ്കിൽ യൂറോപ്യൻസ് ആണോ? അമേരിക്കൻസ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ആണോ? ഇന്ത്യക്കാരാണോ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആൾക്കാരാണോ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളതും സക്സസ് ആയിട്ടും നമ്മൾ കാണുന്നത്? യൂറോപ്യൻസ് എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക, അതേപോലെ യൂറോപ്പ് കൺട്രീസ് ആണ് ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻസ് ആരും ഇന്ത്യ എന്ന് പറയുന്നില്ല. കാരണം എന്താണ്? കാരണം അവർ സ്വന്തം വിധി അവർ നിർണ്ണയിക്കുന്നു. ഇന്ത്യക്കാരെന്താ ചെയ്യുന്നത്? കുറേ ആൾദൈവങ്ങളെ കാര്യങ്ങളിലേക്കും കുറേ മതവിശ്വാസങ്ങളും കാര്യങ്ങൾ കൊണ്ട് ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇന്ത്യൻസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പേരെ കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഇന്ത്യയിലാണുള്ളതെങ്കിൽ H1B വിസക്കെല്ലാം എന്തിനാണ് ഇന്ത്യക്കാർ പോകുന്നത്? ഓരോരോ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കെല്ലാം പോകുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ സ്വന്തം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അവരെ ഭാവി. നമ്മൾ ദൈവവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അന്നേരം ആ ഒരു സമയത്ത് ഗുജറാത്തിൽ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ചെറിയ പോക്കറ്റ് ഡയറിയിൽ എന്തൊക്കെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം, കോഴ്സ് ക്രിയേറ്റ് ചെയ്യണം, എനിക്ക് അത് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിരുന്നു. അതെല്ലാം തന്നെ ഏകദേശം ഒരു 78 അല്ലെങ്കിൽ 80% കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ വളരെ പവർഫുൾ എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഡ്രീംസ് ഒരു കഥ പോലെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ സംഭവിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അന്നേരം ആ ഒരു വിഷ്വലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. അത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെച്ചു, അല്ലേ? ഇങ്ങനെ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അത് എഴുതി വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു കഥ പോലെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് വേർഡ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. എല്ലാ കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാക്കുകളും പോസിറ്റീവായിട്ടിരിക്കണം. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം പാസ്റ്റ് ടെൻസിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യത്തെ എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് വേണം, പോസിറ്റീവ് വേർഡ്സ് ആയിരിക്കണം. മൂന്നാമത്തത് പാസ്റ്റ് ടെൻസിലായിരിക്കണം എഴുതേണ്ടത്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് മെയിനായിട്ട് നിങ്ങൾ ചിലപ്പം കേട്ടിരിക്കും, നമ്മളെ ഭാവിയുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് എഴുതുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല എഴുതേണ്ടത്. അത് അങ്ങനെ എഴുതണം, പക്ഷെ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് നടന്ന നല്ല കാര്യങ്ങൾക്കുള്ള സ്റ്റോറി, അതായത് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നിമിഷങ്ങളുള്ള എല്ലാ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സിനിമ കാണുന്ന സമയത്ത് പകുതി മുതലുള്ള കഥ കേൾക്കാൻ നിങ്ങൾക്ക് അതിനൊരു മോട്ടിവേഷൻ ഉണ്ടാകുക. നിങ്ങളുടെ ലൈഫിൽ ഒരു സിനിമാ നടൻ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സക്സസ്സിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹൈ കിട്ടുക. അല്ലെങ്കിൽ ജസ്റ്റ് പകുതി മുതൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ സക്സസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ നമ്മൾ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾ ഒന്ന് ഓർക്കുക, എന്നിട്ട് സ്റ്റോറി തുടങ്ങാം. ഇങ്ങനെ ദൈവികമായ പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു, ഇല്ലെങ്കിൽ കൃഷ്ണന്, ക്രിസ്തുവിന്, അള്ളാഹുവിന്, വാട്ടവർ, നിങ്ങൾ ഏതാണോ ദൈവത്തെ വിശ്വസിക്കുന്നത്, സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവശക്തനായ പ്രപഞ്ചശക്തി ഇല്ലെങ്കിൽ സർവശക്തനായ ക്രിസ്തുവിന്, അള്ളാഹുവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എന്ന രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡോ കൂടെയാണ് എഴുതേണ്ടത്. എൻ്റെ കുട്ടിക്കാലം മുതൽ, അതിൽ വേർഡ്സ് ഇങ്ങനെയാണ്, മനോഹരമായ രീതിയിലേക്ക് വേണ്ടി ശ്രമിക്കുക. എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്.
അങ്ങനെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതായത് നല്ല എങ്ങനെ പാരൻസിന് ലഭിച്ചത്, നല്ല കൂട്ടുകാർ ലഭിച്ചത്, നല്ല എഡ്യൂക്കേഷൻ കിട്ടിയത് എന്നൊക്കെ രീതിയിലേക്കുള്ള പറഞ്ഞിട്ട് ഈ ഒരു നിമിഷത്തിലേക്ക് എത്തുക. മനസ്സിലായോ? ഈ നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും, എന്താവട്ടെ, അതുമുതലാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ എന്ത് ചെയ്യുക, അടുത്ത മാസം നേടേണ്ട കാര്യമാണെന്ന് കരുതുക. ഉദാഹരണത്തിന് എന്താണ്, നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ ഗ്രോത്ത് വേണം, ബിസിനസ്സിൽ മാസം ഒരു 50,000 രൂപയുടെ പ്രോഫിറ്റ് വേണമെന്ന് കരുതുക. ഓക്കെ, ഞാൻ എൻ്റെ ഇന്ന ബിസിനസ്സിൽ 50,000 രൂപയുടെ പ്രോഫിറ്റ് എല്ലാ മാസവും ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നൊക്കെ രീതിയിൽ എഴുതാം. പിന്നെ അടുത്ത മാസം, ഉദാഹരണത്തിന് നവംബറിലാണെങ്കിൽ, നവംബറിൽ 2025 നവംബർ മാസത്തിൽ എനിക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യ മീൻസ് നല്ല സൗന്ദര്യമുള്ള ശരീരമായി എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചതിന് ഞാൻ ദൈവികമായ ശക്തിയോട് അല്ലെങ്കിൽ അള്ളാഹുവിന് കൃഷ്ണനോട് നന്ദി പറയുന്ന രീതിയിൽ എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ ഒരു പങ്കാളിയെ കണ്ടുമുട്ടുന്നതാണ് അടുത്ത മാസം. ചിലപ്പോൾ എന്താണ് ആഗ്രഹം, 6 മാസം കൊണ്ട് നടക്കേണ്ട ആഗ്രഹങ്ങൾ. ഇപ്പോൾ ചില ആൾക്കാർ സെയിൽ, അതായത് സെയിലിൽ ഇപ്പോൾ ഒരാൾ എഴുതിയതാണ് സെയിൽ മൈ ഹോം, എൻ്റെ വീട് വിൽക്കണം എന്നുള്ളതാണ് എഴുതി വെച്ചത്. അന്നേരം എന്ത് ചെയ്യണം, ഓക്കെ, നല്ലൊരു വ്യക്തിയെ, നല്ലൊരു ക്ലയൻറ്റിനെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ നല്ലൊരു കസ്റ്റമർ എന്നെ ഇന്നാൾ വഴി എൻ്റെ സുഹൃത്തുക്കൾ വഴി വരികയും എൻ്റെ വീട് ഇത്ര ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം വാങ്ങുകയും ആ പണം ഉപയോഗിച്ചിട്ട് എനിക്ക് മറ്റൊരു ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് മനോഹരമായ ചുറ്റുപാടിൽ നല്ലൊരു 4 കെട്ട് വീട് സ്വന്തമാക്കാൻ സാധിച്ചതിന് ഞാൻ അങ്ങയോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്ന രീതിയിൽ എഴുതി വെക്കാം. പിന്നെ 6 മാസം, ഇപ്പം 3 മാസമായി, പിന്നെ 6 മാസമായി, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നടന്നതായിട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡോ കൂടെ നിങ്ങൾ എഴുതി വെക്കാം. അത് എഴുതി വെക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അന്നേരം ഇപ്പം ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, രണ്ടാമത്തെ മാസം ചെയ്യേണ്ടത് എന്താണ് എന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് അടുത്ത മാസം 1 ലക്ഷം രൂപ കിട്ടണമെന്നല്ല, അടുത്ത മാസം ഇന്ന ബിസിനസ്സിലൂടെ ഇത്ര ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് എനിക്ക് കിട്ടി, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു. അതായത് നമ്മൾ എന്താണ് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ പറഞ്ഞ ആ ഒരു ഇമേജ്, അതായത് ഇപ്പം സുമിഷ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ 21 വയസ്സിൽ ഞാൻ മരിക്കും. നമ്മുടെ ബോഡി തന്നെ അതിനു വേണ്ടി സപ്പോസ് അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞ് ശരിക്കും, ഇല്ലെങ്കിൽ നമ്മളെ മനസ്സിലാവും 21 വയസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കും. അന്നേരം ശരീരം അതിനു വേണ്ടി തയ്യാറെടുക്കും. അന്നേരം എന്ത് സംഭവിക്കും, ഓക്കെ, അത് ശരീരം രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ടോ, രക്ഷിതാക്കൾ ഇതേപോലെ തന്നെ ചിന്തിക്കുകയാണ്, എൻ്റെ മകൾക്ക് 21ാമത്തെ വയസ്സിൽ ഭയങ്കര പ്രശ്നം അനുഭവിക്കും എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 100% നടക്കും. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ മുന്നേ നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ എന്നെക്കാളും കൂടുതലായി നടക്കുന്നത്. കാരണം എന്താണ്, ഇമോഷണലി അമ്മ ഞാനായിട്ട് കണക്റ്റഡാണ്. നിങ്ങളെ രക്ഷിതാക്കൾ ഇമോഷണലി കണക്റ്റഡാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ്. മനസ്സിലായോ? അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എഴുതിയെന്ന് കരുതുക. എഴുതുന്ന സമയത്ത് 1 or 2 പേജിൽ എഴുതേണ്ടത് ശ്രദ്ധിക്കുക. മിനിമം ഒരു 5 പേജെങ്കിലും നിങ്ങൾ എഴുതണം, ഒരു 4 പേജെങ്കിലും നിങ്ങൾ എഴുതണം. എന്നാലാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് കൊണ്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വിജയകഥ എന്ന് പറഞ്ഞ് എഴുതി വെച്ചതാണ്. ഇത് 1, 2, 3, 4, 5, 6, 7 പേജോളം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 7 പേജോളം ഞാൻ എൻ്റെ ഡ്രീംസ് എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റോറി, അതായത് എൻ്റെ ഒരു 20 വർഷമുള്ള സ്റ്റോറീസ് കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന വർഷം എന്തൊക്കെ കാര്യങ്ങളാണ് നേടേണ്ടത്, ഇന്ന വർഷം എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി വെച്ചതുകൊണ്ട് അത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ അത് നടക്കുന്ന സമയത്ത് ഹാപ്പിനെസ് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓൾറെഡി എൻ്റെ മനസ്സിലത് നടന്നു കഴിഞ്ഞു. അത് ഇങ്ങനെ എൻ്റെ ഒരു നമ്മളെന്താ പറയുക, ആ ഒരു വിത്ത് നമ്മൾ പ്രപഞ്ചത്തിലിട്ട് കഴിഞ്ഞു, അത് കറക്റ്റ് ടൈമിൽ നടക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയ പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിപ്പം ഇനി എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അത് ഒരു 5 or 6 പേജ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡെയിലി വായിക്കാൻ പറ്റുമെങ്കിൽ അത് വായിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട്
ജസ്റ്റ് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഒന്ന് എടുത്തു നോക്കുക, ആ പുസ്തകം ഒന്ന് എടുത്തു നോക്കുക, എന്നിട്ട് ഓരോ കാര്യങ്ങളും വായിച്ചിട്ട് അതിനെ ഫീൽ ചെയ്യുക. ഇപ്പോൾ 1,00,000 രൂപ കിട്ടുന്ന 1,00,000 രൂപയ്ക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിലാവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ, എല്ലാത്തിലും മാറ്റം ഉണ്ടാവും. നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യണം, എന്തൊക്കെ ബിസിനസ് ചെയ്യണം, എന്തൊക്കെ വസ്തുക്കൾ വേണം, അതെല്ലാം നമ്മൾ ഇപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ ഇപ്പം ചില ടെക്നിക്ക് എന്താണ്, ഇപ്പം 2 കപ്പ് മെത്തേഡ്, 1 കപ്പ് മെത്തേഡ്, ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ, വാട്ടവർ ഏത് ടെക്നിക്കായാലും അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഉള്ളത് അല്ലേ. എന്നാൽ ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ഓഫ് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നേരം അങ്ങനെ ആ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് രാവിലെയും രാത്രി ജസ്റ്റ് പറ്റുമെങ്കിൽ, രാവിലെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് വായിക്കുക. നല്ല മനോഹരമായ രീതി വായിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വസ്ഥമായ സ്ഥലത്ത് വേണം ഇരിക്കാൻ അല്ലേ. സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങളത് ഫീൽ ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ നോക്കുന്ന സമയത്തെല്ലാം വായിക്കേണ്ടത്. സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഓരോ പേജും അത് ആ ഫീലിങ്ങോടെ കൂടെ, ആ ഗ്രാറ്റിറ്റ്യൂഡോടെ കൂടെ തന്നെ നിങ്ങളത് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ 100% ആയിട്ട് മിറാക്കിൾ സംഭവിക്കുന്നതാണ്. ഇത് വെറുതെ പറയുന്നില്ല, ഇത് എൻ്റെ അനുഭവമാണ്. അതേപോലെ തന്നെ പലർക്കും ഇതേപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. ലൈഫിലെ തന്നെ സ്വന്തം വിധിയെ വരെ നമുക്ക് മാറ്റിയതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിധിയെ പഴിക്കാതെ എങ്ങനെ വിധിയെ മാറ്റിയെടുക്കാവുന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് നശിക്കുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത് എഴുതിപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ തലവരെ ഇതാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ലൈഫ് സാക്രിഫൈസ് ചെയ്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധിയോ കാര്യങ്ങൾക്കോ ഒന്നും കൊടുക്കാതെ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലൈഫിൽ സക്സസ് ആകുന്നത്. കാരണം പ്രതിസന്ധികളും കാര്യങ്ങളെല്ലാം തന്നെ ലൈഫിൽ വരും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ 100% ഹാപ്പിനെസ്സോ 100 ഭയങ്കര ജോയ്ഫുള്ളോ കാര്യങ്ങളോ അല്ല, മറിച്ച് എനിക്കതിനെ മാനേജ് ചെയ്യാനുള്ള പവറുണ്ട്. അതായത് ഇപ്പോൾ എന്ത് പ്രതിസന്ധി വരുന്നത് ഓക്കെ അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, NLP, EFT എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലത്തെ പ്രോബ്ലം വരാതിരിക്കല്ല, വരുന്ന പ്രോബ്ലത്തെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇമോഷണലി മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്തരം ടെക്നിക്കുകളും ഇത്തരം ടൂൾസ് ആയാലും സൈക്കോളജി ആയാലും എല്ലാം തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? സാറേ ഇത് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ പോരെ? ഒറ്റത്തവണ എഴുതിയാൽ മതി. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ഡെയിലി ഒന്ന് വായിച്ച് നോക്കുക. ഇതിപ്പോൾ ഒരു തവണ ഇപ്പം കുറേ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് മീൻസ് ഇപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ടാവും. അന്നേരം എന്ത് ചെയ്യുക, ഒരു പുതിയ ബുക്കോ അല്ലെങ്കിൽ ആ പേജ് ഇങ്ങനെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പേജ് ഉള്ളിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ആ ആഗ്രഹങ്ങളെ കൂടെ തന്നെ നിങ്ങൾ ആഗ്രഹങ്ങൾ അഡീഷണൽ ആയിട്ട് എഴുതാം. അത് വായിക്കുക. സാർ നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നത് ഒരു നോട്ടില്. ഓക്കെ, അതിന് പുറമെ ഇത് വീണ്ടും വേണം. അതായത് ഇപ്പം നമ്മൾ 6 മാസത്തെ എന്ന് പറയുന്നത് എന്തിനാന്ന് അറിയാമോ? ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഏതൊരു ടെക്നിക്കും നമുക്കൊരു വിശ്വാസം വേണമല്ലോ. 6 മാസം കൊണ്ട് ഒരു ഷോർട്ട് ടൈം ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് വായിച്ച് നോക്കുക, നിങ്ങൾ ഡെയിലി അത് വിഷ്വലൈസ് ചെയ്യുക. നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് നടക്കുന്നുണ്ട്, ഇനി 20 വർഷത്തേക്ക് പ്ലാൻ ചെയ്യാം. അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം വായിച്ച് നിർത്തണോ, വിഷ്വൽ ചെയ്യണോ, അതോ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് എത്ര വർഷം അങ്ങനെ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് സമയം ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. ഞാനും ഇപ്പം വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, എക്സസൈസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇത് 6 മാസം എഴുതിയിട്ട് 6 മാസം ഒറ്റ തവണ എഴുതിയിട്ട് എല്ലാ ദിവസവും വായിക്കാം. ഒറ്റ തവണ എഴുതിയിട്ട് 6 മാസം വായിക്കാം. 6 മാസം രാത്രി അല്ലെങ്കിൽ രാവിലെ അത് വായിക്കാം. നടന്നതും നടക്കാത്തതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് 6 മാസം അതായത് നമ്മൾ എഴുതി വെച്ചത് അതായത് നടക്കാത്ത കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചറിൽ നടക്കേണ്ടതായിട്ടുള്ള, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നായിട്ടാണ് എഴുതി വെക്കുന്നത്. അല്ല, അതല്ല ഞാൻ ചോദിച്ചേ. ഈ 6 മാസം നമ്മൾ കാര്യങ്ങൾ എഴുതി വെച്ച് എല്ലാ ദിവസവും വായിച്ച് അതിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നടന്നതും നടക്കാത്തതും ഒക്കെ കാണുമല്ലോ. അപ്പൊ അടുത്ത കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളിപ്പോ 20 വർഷത്തേക്കാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ നടന്ന കാര്യങ്ങൾ വീണ്ടും ഒന്ന് എഴുതണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു
ഓക്കെ, ഇപ്പം തന്നെ ഞാൻ പറയാണ്ട് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യണം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഒരാൾ എനിക്ക് 75,000 എന്തോ കുറിയോ കാര്യങ്ങളോ അടിച്ചെന്ന് വന്ന് ഷെയർ ചെയ്തു. അത് ഗ്രൂപ്പിൽ പങ്കുവെക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് എനിക്ക് നടക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ ഡ്രീംസിൽ ഇപ്പം സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്ക്രിപ്റ്റിംഗ് കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് എഴുതുന്ന സമയത്ത്, പുതിയൊരു പുസ്തകത്തിലേക്ക് എഴുതുന്ന സമയത്ത് നേടിയ കാര്യങ്ങൾ വീണ്ടും എഴുതുക. അത് നിങ്ങളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കൊണ്ടൊരു അനുഭവം പറയട്ടെ. ഇന്നലെ മറ്റേ മാനിഫെസ്റ്റേഷന്റെ ഡേ 11 അപ്പൊ സ്ക്രിപ്റ്റിംഗ് ആട്ടോ സാർ ഇട്ടേക്കണത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഗ്രൂപ്പില് ഞാൻ ഡേ 11 എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ അലൈൻമെന്റ് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോ എന്റെ നെറ്റ് കട്ടായിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കര മെഡിറ്റേഷന്റെ സമയത്ത് അത് കട്ടായിപ്പോയി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ എനിക്ക് ഇത് എഴുതാനെടുത്തിട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ കുറെ ഡൗട്ടുകളും. അപ്പൊ സാർ ഇന്ന് അതിന്റെ ക്ലാസ് ഇട്ടേക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം. എനിക്ക് കുറെ സംശയം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ ഇതെല്ലാരും എല്ലാ സംശയം ചോദിച്ചാൽ എന്റെ സംശയം എല്ലാം പറയും. ഭയങ്കര അത്ഭുതം തോന്നുന്നു. ശരി, താങ്ക് യു സോ മച്ച്. ഇത് അദ്ദേഹം നമ്മളെ അലൈൻമെന്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇനി വേറെ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രിയ ഗണേഷ്, പ്രിയ മാഡം എന്തൊക്കെയുണ്ട്? ഓക്കെ, അനശ്വര. ഓക്കെ, നീ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതേ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നീ എക്സ്പീരിയൻസ് മീൻസ് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലരും പറയാണ്ട് അവസരം കിട്ടിയില്ല, ടൈം തന്നില്ല എന്ന രീതിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ചെറുതോ വലുതോ ആട്ടെ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ചെറുതോ വലുതായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പണമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. സാർ, എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. ഷെയർ ചെയ്തോളൂ. ഞാന് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാറിന്റെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാന് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യലുണ്ട്. അതായത് യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, മണി, അതില്ലേ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു 3 മെഡിറ്റേഷൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്യും. പിന്നെ മറ്റുള്ളതെല്ലാം ടൈം കിട്ടുന്ന പോലെ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം അങ്ങനെ ജസ്റ്റ് ഓരോന്ന് ചെയ്യും. പക്ഷെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. അതായത് ഞാനൊരു ചെയ്യുന്ന ഒരു MLM ബിസിനസ്സിൽ അതിനുശേഷം നല്ല രീതിയിലുള്ള ടീം വർക്ക്, ടീമിന് അങ്ങനത്തെ ഗ്രോത്ത്, നല്ല ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായിന്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരാളോട് ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പൊ തന്നെ അതില് ജോയിൻ ചെയ്യൂ. അങ്ങനെ നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നല്ല നല്ല ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, നമ്മുടെ ആയിട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളോട് അടുത്ത് പെരുമാറാനും അങ്ങനെയുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണീന്റെ എന്ന് പറഞ്ഞാല് പണത്തിന്റെ പൈസക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബാങ്കിൽ വെച്ച് ഒരു ഗോൾഡ് അത് തിരിച്ചെടുക്കേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് മറ്റ് ബിസിനസ് ആവശ്യത്തിനും കുറച്ച് പൈസ വേണം. അങ്ങനെ പൈസക്കെല്ലാം ബുദ്ധിമുട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ബാങ്കിലേക്ക് പോയത്. ആ ഒരു പൈസ ഗോൾഡ് തിരിച്ചെടുക്കാൻ എത്ര പൈസ വേണം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് പറയുന്നത്, പിന്നെ വേണമെങ്കിൽ ഈ ഒരു വർഷവും കൂടി നിങ്ങൾക്ക് ഇത് പുതുക്കി വെക്കാൻ സമയമുണ്ട്, തിരിച്ചെടുക്കുമ്പോൾ കുറെ കൂടുതൽ പൈസ കൊടുക്കണമല്ലോ, അപ്പൊ പുതുക്കി വെക്കാനൊരു സമയമുണ്ട് എന്ന് മാത്രമല്ല എനിക്ക് 92,000 രൂപ തിരിച്ചു തരുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എന്താ വെച്ചാല് ഈ ഒരു മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഒരു ബിസിനസ്സിലും പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും ഈ ഒരു സാറിനോട് കടപ്പെട്ടിരിക്കണം. അതായത് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു അനുവിൻ സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇതേപോലുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യാം. ഒരു 3 പേർക്ക് അവസരം. അതിനുശേഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. സാർ, പ്രിയ മാഡം എന്തൊക്കെയുണ്ട് വിശേഷം?
സാർ നന്നായിട്ടിരിക്കുന്നു സാർ. ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ഓട്ടത്തിലായിരുന്നു, വർക്കൊക്കെ ആയിട്ട്. നന്നായിട്ട് പോണു, ഹാപ്പി ആയിട്ട് പോണു. കഴിഞ്ഞ ദിവസം സാറിന്റെ ആ ഒരു നമ്മുടെ ഒരു 1 month കോഴ്സ് ചെയ്തിരുന്ന സമയത്ത് ഫസ്റ്റ് ബാച്ചിലുള്ള ആളാണ് അദ്ദേഹം. അതെ അതെ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഡെയിലി നമ്മളിങ്ങനെ ക്ലാസ് 1 hour അല്ല, 1 hourനേക്കാളും കൂടുതൽ നമ്മള് ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ വർക്ക് ഇങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വർക്ക് അതിന്റെ അഡ്വാൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡ് മറ്റേ നമ്മുടെ വിഭാസനയുടെ മെഡിറ്റേഷൻ 10 days പോയിട്ടുണ്ട്. നല്ല കാര്യം. എങ്ങനെയുണ്ട്? മാറ്റം ഇനി വന്നാലേ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പോയിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോണു. എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറയാമോ? എന്താ സാർ? എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറയാമോ? ഓ, ഞാൻ എല്ലാം അത്യാവശ്യം എല്ലാം മാനിഫെസ്റ്റ് ചെയ്തു, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രൊഫഷൻ, അതുപോലെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ, എന്താ പറയാ, ഹാപ്പിനെസ്, നമ്മുടെ വീട്ടിലെ സമാധാനം, സന്തോഷം, മക്കളുടെ പഠിപ്പ്, പിന്നെ നല്ല ഇൻകം, നല്ല ക്ലയൻസ്, നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അലൈൻമെന്റിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും നിങ്ങൾ കഴിഞ്ഞ മാസം നമ്മൾ ട്രയൽ നടത്തിയല്ലേ, ഇപ്പം അലൈൻമെന്റ് മാസ്റ്ററി അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ ഇപ്പം ഇതില് സുമിഷയെല്ലാം ഇപ്പം പഠിച്ചു, മീൻസ് അലൈൻമെന്റ് മാസ്റ്ററിയിലെ ഈ ബാച്ച്. ഈ ട്രയൽ ഞാൻ മുന്നേ പറഞ്ഞു, ട്രയൽ നടത്തി മീൻസ് ഞാൻ എന്ത് ചെയ്യുന്ന സമയത്ത് അത് ട്രയൽ നോക്കും, ഇത് വർക്ക് ആവുന്നുണ്ടോ, ഈ കോഴ്സ് വർക്ക് ആവുന്നുണ്ടോ. എന്നാൽ അതെ, ട്രയലിലുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു മെമ്പറാണ്, പ്രിയ എന്നാണ്, അദ്ദേഹം ഒരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇത് എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്ത അന്നോ 2ാം ദിവസം കൊണ്ട് തന്നെ നല്ല എമൗണ്ട്സ് വന്നില്ലേ ബിസിനസ്സിൽ? ഇഷ്ടം പോലെ നല്ല ഇൻകം ആണ്. പിന്നെ മെന്റൽ പീസ് ഉണ്ട്, നല്ല സമാധാനം ഉണ്ട്, സന്തോഷം ഉണ്ട്, നന്നായിട്ട് പോകുന്നു. താങ്ക് യു സാർ. താങ്ക് യു. എന്തായാലും സന്തോഷം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യാം. നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആക്കാൻ ഉള്ളൊരു അഫർമേഷൻ പറയാമോ സാറേ? തീരുമാനം കറക്റ്റ് ആക്കാൻ വേണ്ടി അഫർമേഷൻ ഉണ്ടാ. തീരുമാനം, ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ അതിന്റെ വ്യത്യസ്തമായ വശങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് പറയും തീരുമാനം എടുക്കാൻ പറ്റാത്ത. നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വരുമല്ലോ. ഓക്കെ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ചോദ്യങ്ങൾ, ഒന്ന് നിങ്ങൾക്ക് ആ ബിസിനസിനെ കുറിച്ച് നോളജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. രണ്ടാമത്തെ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുമോ? അത് ഓക്കെ. നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനെല്ലാം എസ് എന്ന് പറയാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എടുത്ത തീരുമാനം ശരിയാണ്. നേരെ മറിച്ച് ഇതിനെല്ലാം നോ ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത തീരുമാനം തെറ്റാണ്. അത് ഒരു തീരുമാനത്തെ ശരിയാക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പറ്റില്ല. എടുക്കുന്ന തീരുമാനം നമ്മുടെ ചുറ്റുപാടുകൾ ചിന്തിച്ച്, അതായത് നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനൊരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ അതിന് ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ലീഗൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ക്രിപ്റ്റോ, ബിറ്റ്കോയിന്റെ കാര്യങ്ങളോ അല്ലല്ലോ? ബിറ്റ്കോയിൻ ഉണ്ട്. ഓക്കെ, ജെന്യൂൻ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ പറയേണ്ട അഫർമേഷൻ പറഞ്ഞുതരാം. എന്റെ ബിസിനസ്സിന് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നന്ദി. അത് നമ്മൾ എത്ര തവണ പറയണം? അത് 21 times എങ്കിലും പറയാം. ഓരോ മണിക്കൂർ ഇടവിട്ട് വേണ്ട, നമ്മൾ 21 times വേണ്ട. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ അഫർമേഷൻസ് പറയാം. ഞാൻ ബ്രീത്ത് ഉപയോഗിച്ചാണ് ബ്രീത്ത് ചെയ്യുന്നു പറയാം, അങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അതെ, അതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, അറിയുണ്ടാവും? ഇല്ല. അന്നേരം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞോളൂ. സ്റ്റോറി എഴുതുന്ന രീതി ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, അതായത് നമ്മൾ നെറ്റ് കണക്ഷൻ പോയായിരുന്നു. ഓക്കെ, ഇൻ കേസ് ഇല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടും.
ഓക്കെ. ഓക്കെ, എന്തായാലും ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കേൾക്കാം, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അന്നേരം ഇനി ഇടയ്ക്ക് ഷെയർ ചെയ്യാം. ഇനി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും എന്ത് ചെയ്യാം, കൈകൾ ആകാശമുദ്രയിൽ വെക്കുക. ഇതാണ് ആകാശമുദ്ര. ആകാശമുദ്രയിൽ തൊടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. അതൊന്ന് ഫീൽ ചെയ്ത് സന്തോഷത്തോടെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സും ശരീരം എല്ലാം തന്നെ ശാന്തമാക്കുക. കണ്ണടകളോ വാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അയച്ചു വെക്കുക. ബോഡി ഒന്ന് ഫ്രീ ആയി വെക്കുക. ബോഡിയെ കൂടുതൽ മീൻസ് എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ആകാശമുദ്ര ഒന്നുകൂടി കാണിക്കാവോ? ഓക്കെ ഓക്കെ, നടുവരലല്ലേ? നടുവരല്. അത് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മുദ്രയാണ്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ബൈനറി മ്യൂസിക് ആണ്. എല്ലാവരും കണ്ണുകൾ അടക്കാം. നട്ടലും നിവർത്തിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിക്കുക. തലയുടെ ഉച്ചി മുതൽ കാലിൻ്റെ കണ്ണങ്കാൽ വരെയുള്ള ഭാഗം മുഴുവനായും നിരീക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണ്ണുകൾ, കവിൾ, നിങ്ങളുടെ മുഖം മുഴുവനായും, കഴുത്ത്, ഹൃദയഭാഗം, നിങ്ങളുടെ വയർ, നിങ്ങളുടെ ഇരു കൈകളും, ലൈംഗിക അവയവം, രണ്ട് കാലുകളും, അതിനെ നിരീക്ഷിക്കുക. ശരീരത്തിലെ ഓരോ മസിലുകളും ഓരോ ഞരമ്പുകളും പൂർണ്ണമായും അയയുകയാണ്. യാതൊരു രീതിയിലുള്ള ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായും അയയുകയാണ്. ശ്വാസം വീണ്ടും ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. മനസ്സിൽ പറയുക, എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയ ആ ഒരു നിമിഷത്തെ ഓർക്കുക. ചിലപ്പോൾ അത് പണം സമ്പാദിച്ചതാവാം, ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതാവാം, നിങ്ങളുടെ ബിസിനസ്സിലെ വളർച്ചയോ എന്തുമാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ഏറ്റവും സന്തോഷം നൽകിയ നിമിഷം കാണുക. ആ നിമിഷം നിങ്ങളുടെ ചുറ്റും ആരൊക്കെ
എവിടെയാണ് നിങ്ങൾ അപ്പോൾ നിന്നത്? ആ സന്തോഷമുള്ള നിമിഷത്തെ അകക്കണ്ണുകൊണ്ട് വീണ്ടും കാണാൻ ശ്രമിക്കുക. ആ മനോഹരമായ സന്തോഷമുള്ള നിമിഷത്തിലൂടെ നിങ്ങൾ ഈ നിമിഷത്തിലുള്ളത്, ആ നിമിഷത്തിലുള്ള ആനന്ദത്തെ നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ശരീരം മുഴുവനായും ആ സന്തോഷത്തിലാണുള്ളത്. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. ശരീരത്തിന് ഏതെങ്കിലും രീതിയിലുള്ള കോരിത്തരിപ്പ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുണ്ടിലും നിങ്ങളുടെ കണ്ണുകളിലും എല്ലാം തന്നെ അതിന് ആനന്ദം കൊണ്ടുവരിക. ആ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. ശരീരം മുഴുവനായും ആ ഒരു കാര്യത്തെ നിങ്ങൾ ആസ്വദിക്കുകയാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നം എന്താണ്? അത് നല്ലൊരു വീടാണോ, അതോ ജോലിയാണോ, ബിസിനസ്സാണോ? ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. നിങ്ങൾ നല്ലൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതെങ്ങനെയുള്ള ജീവിതമാണ്? നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ മക്കൾ എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരുടെ മുഖത്തുള്ള സന്തോഷം കാണുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളുമായി ഏറ്റവും സന്തോഷം നൽകിയ നിമിഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാക്കളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സഹായവും എല്ലാ രീതിയിലുള്ള വഴികളും തുറന്നു നൽകുന്നതാണ്. അതിനെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുക. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മനോഹരമായ വീട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ വീടിന്റെ രൂപം എങ്ങനെയുള്ളതാണ്? ആ വീടിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടിന് ഏത് കളറാണ് നിങ്ങൾ കാണുന്നത്? എങ്ങനെയുള്ള ഫർണിച്ചറാണ് നിങ്ങൾ അവിടെ കാണുന്നത്? ആ മനോഹരമായ വീട്ടിനുള്ളിലൂടെ നിങ്ങൾ നടക്കുകയാണ്. ചുറ്റുമുള്ള ഓരോ കാഴ്ചകളും നിങ്ങൾ ആസ്വദിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ എന്താണ്? എങ്ങനെയുള്ള കാറിൽ യാത്ര ചെയ്യാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ കാറിനെ കാണുക. ആ മനോഹരമായ കാറിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്.
ബിസിനസ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ബിസിനസ്സിൽ അഥവാ ജോലിയിൽ നിങ്ങൾക്ക് ചുറ്റും നല്ല വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അവരുടെ സഹായവും അവരെല്ലാം തന്നെ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുന്നു. നല്ല നല്ല കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് പണം നിരവധി വഴികളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണം എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്താണ്. പണം നിങ്ങളുടെ കൈകളിലേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും, നിങ്ങൾ ആഗ്രഹിച്ച ബന്ധങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിച്ച ജോലി, ബിസിനസ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിലുണ്ട്. നിങ്ങൾ കാണുന്നത് സ്വപ്നമല്ല, മറിച്ച് സത്യമാണ്. നിങ്ങളുടെ ചുറ്റും അത്ഭുതങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. ആ ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. മക്കൾ നിങ്ങളെ അഭിമാനത്തോടെ നോക്കുന്നു. നിങ്ങളുടെ രക്ഷിതാക്കൾ അവരെല്ലാവരും ആനന്ദത്തോടെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവരുടെ മുഖത്തുള്ള പുഞ്ചിരി കാണുക. ചുറ്റും സുഹൃത്തുക്കൾ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അവർ കൈയടിക്കുകയും ചെയ്യുന്നു. ആ ശബ്ദത്തെ കേൾക്കുക, ആ സന്തോഷത്തെ അനുഭവിക്കുക. ജീവിതത്തിലുള്ള ഏറ്റവും ആനന്ദം നൽകിയ നിമിഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം നിങ്ങളുടെ ചുണ്ടുകളിലേക്കും നിങ്ങളുടെ കണ്ണുകളിലേക്കും എല്ലാം തന്നെ കൊണ്ടുവരിക. എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നന്ദി, 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 നന്ദി. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും അതിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുക. ശ്വാസം വീണ്ടും ദീർഘമായ ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും അതിൻ്റെ ഊർജം അനുഭവിക്കുക. കൈകൾ പരസ്പരം അലസുക. കണ്ണുകളിലേക്ക് ഊർജം പറ്റുക. കണ്ണുകൾ സാവധാനം തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഞാനിങ്ങനെ നടുക്കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും എനിക്ക് ചുറ്റും നിന്ന് കൈയടിച്ച് സ്റ്റേജിൽ കയറിയപ്പോ സാറ് പറഞ്ഞു "വാ, പോവാന്ന് പറഞ്ഞു. ഇത് ശരിയായില്ല.
ഓക്കെ ഓക്കെ, അത് ടൈമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ബാക്കി എല്ലാവരും അനുഭവം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നന്നായിരുന്നു സാർ. ഒരു വേറെ ഏതോ ഒരു ലോകത്തേക്ക് നമ്മൾ പോയി, അങ്ങനെ അങ്ങനെ അങ്ങ് പോയി. ആ ചെറുപ്പത്തിലേക്ക് ആ ഫസ്റ്റത്തെ ആ ഒരു ആഗ്രഹം എന്താ സാധിച്ചത് എന്തായിരുന്നു, ആ സന്തോഷം എന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ ആ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു അത്. ഓക്കെ, നന്നായിരുന്നത്. ആ അത് ഇതിൽ തന്നെ എലമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമില്ല ഓരോ ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് ഇത്. ഓക്കെ 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 ഓക്കെ, എന്തായാലും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് മീൻസ് മുന്നേ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ ലൈവുകൾ നീള ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ രാവിലെ ഇന്നലെ ടാസ്ക് ചെയ്തിട്ട് രാവിലെ ഞാൻ സാറൊരു മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ സാർ അത് കേട്ട ഷെയർ ചെയ്യാൻ താല്പര്യം ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്നും പറഞ്ഞായിരുന്നു. നേരത്തെ ഞാൻ പറയാതിരുന്നത് ഇവിടെ നെറ്റ്വർക്കിന് ചെറിയൊരു വിഷയം ഉണ്ട്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ചിന്തകളും അല്ലെ ആഗ്രഹങ്ങളെ ടാർഗറ്റ് ഒന്നും മനസ്സിലായിരുന്നു. അങ്ങനെ ജീവിച്ചിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താ പറയുക, ഭയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നേ ഇല്ല. പെട്ടെന്ന് ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായി. അത് മാനസിക സമ്മർദ്ദം എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നത് അത് ഒരു ഡോക്ടറെ കണ്ട ശേഷമാണ് എനിക്കത് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ ഒരു 3-3.5 വർഷത്തോളം ഞാൻ ആ ഒരു സ്റ്റേജിലാണ്. ശരിക്കും പറഞ്ഞാൽ ബൈപ്പോളറിന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. അപ്പം വല്ലാതെ ഭയം, ഒരു 3-3.5 വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ദേഷ്യം പെട്ടെന്ന് വരാറില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു നാശനഷ്ടത്തിലേ തീരാറുള്ളൂ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ പറഞ്ഞാൽ ഞാനൊരു പറയാൻ എനിക്ക് നടക്കണം, എന്നാലും ഞാൻ പറയുക, ഒരു 12ഓളം മൊബൈൽ ഞാൻ തല്ലിപ്പൊടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സാറ് കേട്ടായിരുന്നല്ലേ, ഒരു എല്ലാവർക്കും കേൾക്കാം. ഞാനായിരുന്നത്. അതിനകത്തൊരു 1000 രൂപ തൊട്ട് മൊബൈൽ തൊട്ട് 45,000 രൂപയുടെ ഫോൺ വരെ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല ഒരു 10,000 രൂപയുടെ ഒരു വാച്ച്, ഒരു 9,000 രൂപയുടെ ജിപ്രോയുടെ ഒരു ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ്, ഇതെല്ലാം ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് എന്റെ ആ ക്യാരക്ടർ അറിയേണ്ടതാണ്. ഇത് മാറ്റാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷെ മാറുന്നില്ല. കാരണം ഇത് മാറുന്നില്ല. ദേഷ്യം പെട്ടെന്ന് വരുന്നതല്ല, വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്റെ ഇത് ബാധിക്കാൻ തുടങ്ങിയ സ്റ്റേജ് വന്നപ്പോൾ എനിക്കിത് മാറ്റണം എന്നുള്ള ഇത് വന്നു. ഞാൻ സ്വയമായിട്ട് മെഡിറ്റേഷനൊക്കെ ഒന്ന് ശീലിച്ചു. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ടുള്ള സാറിന്റെ ക്ലാസ് ഞാൻ യാദൃശ്യമായിട്ട് കാണുന്നു. ഞാൻ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. കഴിഞ്ഞ 6 മാസമായിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സത്യം പറയാം സാർ, എനിക്ക് എന്താ തങ്ങളോട് പറയേണ്ടത് എനിക്ക് കഴിയില്ല. എന്താ ഒരുപാട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ദേഷ്യം എന്ന് പറയുന്ന സംഭവം ഇപ്പം എന്റെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെ ഒരു കാര്യത്തിലും എനിക്ക് ദേഷ്യം വരാറില്ല. ഇപ്പം ഒരു കാര്യത്തിലും ദേഷ്യം വരാറില്ല. എനിക്ക് അതുപോലെ എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല, ഭാവിയെ കുറിച്ചൊക്കെ ആണെങ്കിലും എനിക്ക് നേരത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. സക്സസ് ആയിട്ട് എനിക്ക് മറ്റൊന്നിനേക്കാൾ ഞാൻ ഏറ്റവും വെച്ച് കാണുന്ന കാരണം എന്റെ കുഞ്ഞുങ്ങള് എന്റെ ഈ ക്യാരക്ടർ കാരണം ഒരുപാട് വിഷമിച്ചായിരുന്നു. 3 മക്കളുണ്ട് എനിക്ക്. അവർ ഇത് ഒരുപാട് വിഷമിച്ചായിരുന്നു. കാരണം എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറുമായിരുന്നു. എനിക്ക് ഇത് കാണുന്ന ആൾക്കാർ പറഞ്ഞ് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യനാണ് മുമ്പിൽ നിൽക്കുന്നത് പോലും അവർക്ക് സംശയം. ആ രീതിയിലാണ് അവർ എനിക്ക് ദേഷ്യം വരുമ്പോൾ കണ്ടുമ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുന്ന് കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വളരെ സന്തോഷം സാർ. എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് സാർ. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിലേക്ക്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ക്യാരക്ടർ ഒരുപാട് മാറി. താങ്ക് യു സോ മച്ച്. കാരണം ഏറ്റവും വേണ്ടത് മനസ്സിന് സമാധാനം, ബന്ധങ്ങളോ പണമൊന്നുമില്ല. മനസ്സിന് സമാധാനിച്ച് ഉറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാ മൊത്തത്തിൽ പോസിറ്റീവ് ആയി. ജീവിതത്തെ കുറിച്ചാണെങ്കിൽ പോലും എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് എത്താൻ പറ്റുമെന്നൊക്കെ എനിക്ക് നല്ല വിശ്വാസം ഇപ്പോൾ ഉണ്ട്. 100% വിശ്വാസം എനിക്കിപ്പോൾ. അതുപോലെ തന്നെ എനിക്കുള്ള അവസരം ഇപ്പൊ ഞാനിത് ഈ കഴിഞ്ഞ ആഴ്ച സാറിനോട് പറഞ്ഞാൽ ഈ ആഴ്ച കാണുമ്പോൾ താങ്കൾക്ക് ഒരു സക്സസ് സ്റ്റോറി പറയാൻ കാണുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാനുണ്ട്. അതും കാര്യം ഞാൻ ഈ റബ്ബർ ലീസിനടുത്ത് അത് ചെയ്യുന്ന പരിപാടി ആളാണേ. അപ്പം ഇപ്പം എനിക്ക് ഇത് മിനിഞ്ഞാന്നുമായിട്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇന്നടുത്ത് ഇത്ര മരം കിടപ്പുണ്ട്, അത് നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയുന്ന രീതിക്ക് അവർ തരാൻ റെഡിയാണ്, എടുക്കാൻ പറഞ്ഞു. അതെനിക്ക് റെഡി ആയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ഇടയ്ക്ക് ചെയ്തുകൊണ്ട് നിർത്തി വെച്ചായിരുന്നു. അതിന്റെ ഓണർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷമീറ വന്ന് തുടങ്ങിക്കൂ, അത് നമുക്ക് ഇപ്പം തന്നെ തുടങ്ങിയാക്കാന്നും പറഞ്ഞു. അങ്ങനെ 2 അവസരങ്ങൾ ഇന്ന് ഇപ്പം എന്റെ മുമ്പിലേക്ക് വന്നു. അത് ഒരുപാട് സന്തോഷമാണ് എനിക്ക് അതിനകത്ത്. അതെ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ആ ഒരു പോസിറ്റിവിറ്റി ചില ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവില്ലേ,
അവർ വിജയിക്കില്ലെന്ന് എനിക്ക് ചിലപ്പം പറയുന്ന കാര്യങ്ങളിലും ഒരു നല്ല ശതമാനം ശരിയാണ്. കാരണം ഇങ്ങനെ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് ഇനി വലിയൊരു ലൈഫാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ബിസിനസ്സിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും, അതിന് സംശയമില്ല. തീർച്ചയായും താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും സാർ. എനിക്ക് പൈസക്കാലൊക്കെ ഞാൻ വില മതിക്കുന്നതിനകത്ത്, കാരണം എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഫാമിലി എല്ലാം മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ള കാര്യമാണ്. കാര്യം ഞാൻ ഉണ്ടാക്കുന്ന പൈസയുടെ നല്ലൊരു ശതമാനം ആ വഴിക്കാനെ പോയാണ്. ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ, അത് വ്യക്തിപരമായിട്ട് മാത്രമല്ല കുടുംബത്തിൽ തന്നെ അത് ബാധിക്കാൻ തുടങ്ങിയായിരുന്നു. അതെനിക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഞാനത് ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് അങ്ങോട്ട് ഒരുപാട് നന്ദി ഉണ്ട് ആ കാര്യത്തിൽ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇതേപോലുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. മോള് പറയാൻ കസ്റ്റമർ കൊടുക്കോ? ഓക്കെ, വേറെ ഇതേപോലുള്ള എന്തെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യാം. നേരം ഇനി സാറേ ഒരു മിനിറ്റ്, നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞ തണ്ടല് നന്നായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ചു നേരം ഇരിക്കുമ്പോ എനിക്ക് ബാക്ക് പെയിൻ ഉള്ള പില്ലോന്റെ സപ്പോർട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെയറിലിരിക്കാം, നട്ടിൽ നിവർത്തി ഇരുന്നാൽ മതി. അതായത് ഇപ്പം പെയിനോ കാര്യങ്ങളുടെ ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടിരിക്കാം. നിവർത്തി ഇരിക്കാൻ വേണ്ടിയിട്ട് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. മീൻസ് എന്തിനാണ് പ്രാണ ബ്രീത്തിങ്ങും പ്രാണ കറക്റ്റ് ആയിട്ട് ഇതാകാൻ വേണ്ടിയിട്ടാണ് നട്ടിൽ നിവർത്തി ഇരിക്കും എന്ന് പറയാൻ കാരണം. ഹലോ സാർ, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. എല്ലാ അനുഭവവും പറയാം. ഇപ്പൊ ഈ ക്ലാസ് കിട്ടിയ സന്തോഷം. സാർ, എനിക്ക് ഇതുപോലെ ഒരു 1 lakhന്റെ ആവശ്യം പെട്ടെന്നുണ്ടായി. അപ്പൊ ഞാൻ അപൂർവമായിട്ട് എപ്പോഴും ഒരു ദിവസം സാറിന്റെ യൂട്യൂബ് ക്ലാസ് കേട്ടിട്ട് പില്ലോ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവർ എന്നെ എപ്പോഴും ശല്യം ചെയ്യും. ഞങ്ങളുടെ മോന്റെ ആവശ്യത്തിനോട് എനിക്ക് ക്യാഷ് തന്നതായിരുന്നു. അവർക്ക് പെട്ടെന്ന് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെട്ടെന്നൊന്നും ശരിയായില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഗോൾഡ് ബാങ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിങ്ങളെ ചെന്നപ്പോ അവര് പറഞ്ഞു അതിനെന്താ വേണം, പെട്ടെന്ന് തരാമല്ലോ, ഇപ്പൊ ഗോൾഡിന് റേറ്റും കൂടി. അന്ന് എനിക്ക് 1.5 ലക്ഷം രൂപ കിട്ടി. എനിക്ക് സന്തോഷം എത്ര പറഞ്ഞറിയിക്കണമെന്ന് അറിയാതിരുന്നു. ഇത് എങ്ങനെ ഇവിടെ നിന്ന് അവതരിപ്പിക്കും. ഞാൻ കുറെ മെസ്സേജ് ഒക്കെ അയച്ചു നോക്കി പേഴ്സണലി, പക്ഷെ അതൊന്നും സാറ് കണ്ടില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ സ്റ്റാഫ് ഇന്ന് സൺഡേ അല്ലേ, സ്റ്റാഫ് ഉണ്ടാവില്ല. ഒരു 2 ആഴ്ച ആയെന്ന് തോന്നുന്ന സംഭവം നടന്നിട്ട്. സന്തോഷം. ലിങ്കിൽ ഇങ്ങനെ കയറാന്ന്, അപ്പൊ ഞാൻ കയറിയതാണ്. താങ്ക് യു സർ, താങ്ക് യു. ഒത്തിരി നന്ദി പറയാനുണ്ട്. ണ്ട് സഫലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീ വേറെ എന്തെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. എൻ്റെ പേര് ശ്രീതു എന്നാണ്. ഞാനൊരു 6 മാസമായിട്ട് സാറിന്റെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനാണേൽ എനിക്ക് സമയമില്ല എങ്കിൽ പോലും രാവിലെയും വൈകിട്ടും യൂണിവേഴ്സ് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു, സെക്കൻഡ് ലിങ്ക് ചെയ്യുമായിരുന്നു. പിന്നെ മാജിക് സ്റ്റോൺ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണേലും ഒരു 10 ലക്ഷം രൂപയോളം, 8 ലക്ഷം, ഞാനൊരു MLM ഒക്കെ ചെയ്ത് 8 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ജോബിൽ നിന്ന് തന്നെ, പക്ഷെ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് എല്ലാ മാസവും, അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വാർട്ടർലി ഇൻസെന്റീവ് ആയിരുന്നു വരുന്നത്, ഇപ്പൊ മന്ത്ലി ഇൻസെന്റീവ് ആയി. അപ്പം അങ്ങനെ മരങ്ങൾ വന്നു എനിക്ക് ആ കടമെല്ലാം വീട്ടാനായിട്ട്. ഈ ഡെയിലി മാനിഫെസ്റ്റേഷൻ ചെയ്തു. സാർ പറഞ്ഞ കണക്ക് എത്രയാണ് അക്കൗണ്ട് ഇത്ര എമൗണ്ട് വേണം എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ച് അങ്ങനെ ഡ്രീമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറെ അത് കംപ്ലീറ്റ് ചെയ്തു. ഈ 1 മാസം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സാറിനോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. എന്താ സാർ? എത്ര രൂപയാണ് മാനിഫെസ്റ്റ് ചെയ്തത്? മാനിഫെസ്റ്റ് ചെയ്തത് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരണമെന്നാണ് മാനിഫെസ്റ്റ് ചെയ്തത്. പക്ഷെ എവറി മന്തും നമുക്ക് ഇൻസെന്റീവ് കണക്റ്റിലാണെങ്കിൽ പോലും 1 lakh 2 lakh ഒക്കെ വീതം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റി. പെട്ടെന്ന് കമ്പനിയുടെ രീതികളൊക്കെ മാറി. അങ്ങനെ സാറിനോട് താങ്ക് യു പറയണമെന്നുണ്ടായിരുന്നു. താങ്ക് യു സർ. എന്തായാലും 772 എന്ന് പറഞ്ഞ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ വോയിസ് ഓഡിയോ മെസ്സേജ് അയച്ചോളൂ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എന്തായാലും മറക്കണ്ട. ഓക്കെ, നീ ഇതേപോലെ അതെന്താണെന്ന് അറിയാം, നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി മീൻസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ഒരു കുറേ പേരുടെ, ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു 1000 സക്സസ് സ്റ്റോറീസ് എങ്കിലും യൂട്യൂബിലൂടെ മീൻസ് ലൈവായിട്ടുള്ള സ്റ്റോറീസ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മീൻസ് ഈ സ്റ്റോറീസാണ് ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ. ഓക്കെ, എനിക്കിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലൈവിൽ വരുന്നിട്ട് ഇപ്പം ശ്രീതു പറഞ്ഞല്ലോ, ഓക്കെ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കും നടക്കുന്നുള്ളൊരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ടെക്നിക്സ് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു ബിലീഫ് സിസ്റ്റം, ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് ഇന്ന അമ്പലത്തിൽ പോകാനേ കാര്യം നടക്കും, അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോകാനേ കാര്യം നടക്കും.
അത് അവിടെ അമ്പലത്തിൽ ദൈവമോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ പള്ളിയിൽ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അതിൽ നിങ്ങളെ വിശ്വാസം ജനിപ്പിക്കുന്നതാണ്. കയ്യിൽ ചാട് കെട്ടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെ രീതിയിലുള്ള വിശ്വാസമാണ് ഇത്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോസഫ് മർഫി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ദൈവം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്നുള്ള കാര്യം ബേസിക്, അതായത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് എന്തായാലും സന്തോഷം കേട്ടോ ശ്രീത്, താങ്ക് യു സോ മച്ച്. എന്തായാലും വോയിസ് ആയിക്കോ. ഇനി വേറെ എന്തെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യാം. ജയജമരപ്പയുടെ പുസ്തകം ഞാൻ വായിച്ചതാണ്. നല്ല കാര്യം. നല്ല ബുക്കാണ്, ഞാൻ അതിപ്പോൾ റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ. എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് മീൻസ് ഇതേപോലുള്ള ഞായറാഴ്ചകളിൽ നമ്മളെ ലൈവ് ഉണ്ടാകുന്നതാണ്. പിന്നെ അലൈൻമെന്റ് മാസ്റ്റർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി അടുത്ത ലൈവിലോ കാര്യങ്ങളിലോ ആ ക്ലാസ്സിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം പറഞ്ഞല്ലോ കുറേ പേരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് അലൈൻമെന്റ് മാസ്റ്ററി. അത് കംപ്ലീറ്റ് ആയിട്ട് മെഡിറ്റേഷൻ, ഹീലിംഗ് പ്രോസസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നെല്ലാം പറഞ്ഞ കാര്യമാണ്. കുട്ടിക്കാലത്തെ ട്രോമാസും നമ്മളെ മനസ്സിലുള്ള ഭേദങ്ങളും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്ക് എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും നടക്കില്ല. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇപ്പം തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ 5 ലെവൽസ് ഉണ്ട്. ആ 5 ലെവൽസ് കഴിഞ്ഞിട്ടാണ് ഈ അലൈൻമെന്റ് മാസ്റ്ററിൽ 5 ലെവൽസ് ഉണ്ട്. ഓരോരോ കുട്ടിക്കാലത്തിലെ ട്രോമാസും കാര്യങ്ങളും ഹീൽ ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ പ്രസൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് എലമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞത്. ഇവൻ ഫ്രീ ക്ലാസ്സിൽ വരെ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബൈനറി മ്യൂസിക്, ഫോർഗീവ്നെസ്, സെൽഫ് ലവ് എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ബൈനറി മ്യൂസിക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇയർഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെച്ചിട്ടോ വേണം നിങ്ങൾ ബൈനറി മ്യൂസിക് കേൾക്കാൻ. ഈവൻ മെഡിറ്റേഷൻ ആയാലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ സബ്ലിമിനൽ പ്ലസ് നമ്മൾ ബൈനറി മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഒരു എക്കോ പോലെയെല്ലാം കേൾക്കുന്നത്. അത് സബ്ലിമിനൽ മെസ്സേജസ് ആണ്, മലയാളത്തിലൊരു സബ്ലിമിനൽ മെസ്സേജസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇയർഫോൺ വെച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആ 3 മെഡിറ്റേഷൻ, നമ്മൾ യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അബൻഡൻസ് മെഡിറ്റേഷൻ, പിന്നെ യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ അല്ല ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ 3 മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈവൻ ഞാൻ ഗ്രൂപ്പിൽ സ്റ്റാഫോ അല്ലെങ്കിൽ ഞാനോ ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആ 3 മെഡിറ്റേഷൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഫ്രീ ടൈം ചെയ്തോളൂ. ഏതൊരു ടെക്നിക്കും കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ലൈവായിട്ടൊന്നും ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു ഹാപ്പിനെസ് എന്ന രീതിയിൽ 299 എന്ന് പറഞ്ഞ ഒരു ഹാബിറ്റ് ട്രാക്കറിൻ്റെ പുസ്തകം നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്ററായിട്ട് നമ്മൾ അയച്ചിരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 30 ബുക്സ് ഇപ്പം പലരും ഇതേപോലെ തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ സൗജന്യമായിട്ടാണ്, ₹1 പോലും നമ്മൾ വാങ്ങില്ല. സെലക്ട് ആയിട്ട്, അതായത് നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം 30 പേര് ഇതായിട്ട് 70 ബുക്സും കൂടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ആക്കി ഗ്രൂപ്പിലും അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടാസ്ക് ലഭിക്കുന്നതാണ്. ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും കേട്ടോ. എന്തായാലും വളരെയധികം സന്തോഷം. എന്തായാലും ഇനി അടുത്ത ഞായറാഴ്ചയുള്ള ലൈവിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു 10 മണിക്ക്, മീൻസ് 8 to 9 എലമെൻറ്റ് മാസ്റ്ററിയാണ്. ഒരു 10 മണി തൊട്ട് ഒരു 10 വരെയെങ്കിലും സൗജന്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും, മീൻസ് ഇതേപോലെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ മെയിനായിട്ട് ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ സുന്ദരി. ഞാന് ഒരു 2 കൊല്ലത്തോളായി ഒരു സുഹൃത്തിനായിട്ട് അകന്നു പോയിട്ട്. അപ്പൊ ഞാൻ ഇന്നലെ 2-3 ദിവസമായി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണം. ആ അകന്ന ബന്ധങ്ങളിലെ ഒരു മാനിഫെസ്റ്റ് ഉണ്ടല്ലോ, സാറ് ഇട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് ആ സുഹൃത്ത് വിളിച്ചു. ആ സുഹൃത്ത് വിളിച്ചിട്ട് എനിക്ക് നല്ലൊരു സന്തോഷമായിരുന്നു. കാരണം 2-3 കൊല്ലമായിട്ട് അകന്നു പോയതായിരുന്നു. അപ്പൊ ഇവിടുന്നൊക്കെ നമ്പർ തപ്പിയിട്ട് ആ സുഹൃത്ത് എനിക്ക് വിളിച്ചു. താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇങ്ങനെ ഈ സക്സസ് സ്റ്റോറി വോയിസ് ആയിട്ട് ഒന്ന് അയക്കും, നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? എന്തായാലും നീയും ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല. സാറേ എനിക്കൊരു ബുക്ക് വേണം. ഞാന് അഡ്രസ് എഴുതിയിട്ടുണ്ട്. ഞാൻ കളത്തിയാൽ റോഡ് ഷൺമുഖൻ മാഷ്ട വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്കൊരു പുസ്തകം വേണം. അത് ടീം, ഞാനല്ല അത് ഹാൻഡ് ചെയ്യുന്നത്, നമ്മളെ സ്റ്റാഫാണ് ഹാൻഡ് ചെയ്യുന്നത്. അവര് നോക്കിയിട്ട് അയച്ചു തരും. നിങ്ങൾ സെലക്ട് 100 പേർക്ക് മാത്രമാണ് നമ്മളത് ഫ്രീ ആയിട്ട് പോസ്റ്റൽ ചാർജ് പോലും നമ്മളത് മേടിക്കുന്നില്ല ആ പുസ്തകത്തിന്. അത് സെലക്ടഡ് ആണെങ്കിൽ സ്റ്റാഫ് നാളെ നിങ്ങൾക്ക് മീൻസ് ബുക്കിന്റെ ഫോട്ടോ അയച്ചു തരും. ബുക്കിന്റെ ഫോട്ടോ നിങ്ങൾ കാര്യങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.
സാറേ ഓക്കെ എന്റേത് ഓക്കെ ഓക്കെ സെലക്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അഡ്രസ് ചോദിച്ചിട്ടില്ലല്ലോ. അഡ്രസ്സ് ചോദിച്ചിട്ടില്ല. ഇല്ല. ജസ്റ്റ് ആ വാട്സപ്പിൽ ഒരു മിസ് കോൾ അടിച്ച് വെച്ചാൽ മതി. ഓക്കെ മാനസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ നന്ദി. എല്ലാവർക്കും താങ്ക് യു ശുഭരാത്രി. സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു. താങ്ക് യു സാർ.